ഇരുട്ടിൻ്റെ മറവിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഉറങ്ങിക്കിടന്ന 1000-ലധികം നിരപരാധികളെ പ്രായഭേദമന്യേ കൊന്നുകളഞ്ഞ മാനവരാശിയുടെ പൊതുശത്രുക്കളായ ഹമാസ് തീവ്രവാദി കൂട്ടത്തെ പോരാളികളെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും വിളിച്ച് ഡെക്കറേഷൻ അടിക്കാൻ മത്സരിക്കുകയായിരുന്നു കേരളത്തിലെ ഇടത് വലത് പാർട്ടികളിലെ ഹമാസ് ആരാധകർ. എന്നാൽ ഇപ്പോഴിതാ ഈ ആരാധക വൃന്ദങ്ങൾ കാൽച്ചവിട്ടി നിൽക്കുന്ന ഭാരതത്തിൻ്റെ ശത്രുക്കളായ പാകിസ്ഥാനിലെ കൊടിയ തീവ്രവാദി സംഘങ്ങൾക്കൊപ്പം ഹമാസ് തീവ്രവാദികളും ഇന്ത്യക്കെതിരെ പോരാട്ടത്തിന് കോപ്പുകൂട്ടുന്നു എന്ന സൂചന നൽകി പാക് അധീന കാശ്മീരിൽ നിന്നും തീവ്രവാദി കൂട്ടായ്മയുടെ സംഗമ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാർ നടത്തിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ബുധനാഴ്ചയാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഉന്നത തീവ്രവാദി നേതാക്കൾക്കൊപ്പം ഹമാസ് തീവ്രവാദികളും പാക് അധീന കാശ്മീരിൽ സംഗമിച്ചത്. കൂടാതെ ഹമാസിൻ്റെ വക്താവും ഇറാനിലെ പ്രതിനിധിയുമായ ഖാലിദ് അൽ ഖദൂമിയുമായി ഭീകരർ പാകിസ്ഥാനിലെ കടുത്ത ഇസ്ലാമിസ്റ്റ് നേതാവ് മൗലാന ഫസ്ലുർ റഹ്മാൻ്റെ വീട്ടിൽ ഫെബ്രുവരി 4-ന് കൂടിക്കാഴ്ചയും നടത്തി എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആഗോള തീവ്രവാദ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽപ്പെടാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടും നന്നാകാത്ത പാകിസ്ഥാൻ്റെ തീവ്രവാദപരമായ നിലപാടുകളെ ഊട്ടിയുറപ്പിക്കുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പാകിസ്ഥാനിലെ റാവൽകോട്ട് ഷഹീദ് സാബിർ സ്റ്റേഡിയത്തിൽ നടന്ന ഈ പരിപാടിയുടെ ക്യാപ്ഷൻ കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് കോൺഫറൻസ് എന്നതായിരുന്നു. ഇത് കൃത്യമായ ഇന്ത്യാവിരുദ്ധ അജണ്ടയുടെ ഭാഗമായി ഹമാസുകളെ ഇത്രയും കാലം പോരാളികളാക്കി വാഴ്ത്തിപ്പാടിയ ഇന്ത്യയിലെ വിശേഷിച്ച് കേരളത്തിലെ തീവ്രവാദികളും വോക്കിസ്റ്റുകളും ഖാലിദ് മാഷൽ എന്ന ഹമാസ് ഭീകരനെ മലപ്പുറത്ത് ഓൺലൈനിൽ എത്തിച്ച സംഘടനകളും ഹമാസും തമ്മിലുള്ള അന്തർധാരയ്ക്കുള്ള കൃത്യമായ തെളിവായി മാറിയിരിക്കുകയാണ്. ഈ തീവ്രവാദ കൂട്ടായ്മയിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിൻ്റെ സഹോദരൻ എൽഹാസ് സെയ്ദ്, ജെയ്ഷെ കമാൻഡർമാരായ അസുർ ഖാൻ കാശ്മീരി, മസൂദ് ഇല്യാസ്, മുതിർന്ന ലഷ്കർ നേതാക്കളും ഉൾപ്പെട്ടിരുന്നു. കൂടാതെ ഹമാസിൻ്റെ ഇറാനിലെ പ്രതിനിധി ഡോക്ടർ ഹമാസുമായി ബന്ധമുള്ള മറ്റ് പാലസ്തീൻ നേതാക്കളും സന്നിഹിതരായിരുന്നു. 2001-ലെ പാർലമെൻറ്റ് ആക്രമണം, 2008-ലെ മുംബൈ ആക്രമണം, 2019-ലെ പുൽവാമ സ്ഫോടനം എന്നിങ്ങനെ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത് സമാനതകളില്ലാത്ത ആക്രമണങ്ങളും സ്ഫോടനങ്ങളുമാണ്. അവർക്കൊപ്പം ഹമാസ് തീവ്രവാദികളും ചേരുന്നതോടെ മിഡിൽ ഈസ്റ്റിൻ്റെ പരിമിതികളിൽ നിന്ന് പുറത്തേക്കുള്ള അവരുടെ ലക്ഷ്യത്തെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ പാക് അതിർത്തികളിൽ വീണ്ടും അശാന്തിക്കും കലഹത്തിനും ആക്കം കൂട്ടാൻ പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ നീക്കങ്ങളെ ഉറപ്പിക്കുന്ന കാര്യം കൂടെയാണിത്. ദക്ഷിണേന്ത്യയിലെ ഇസ്ലാമിക് തീവ്രവാദികളുമായി ഹമാസിന് ബന്ധമുണ്ടെന്നുള്ള ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് പുറത്തു വന്നിട്ടുമുണ്ട്. ഇതിനിടയിൽ കാശ്മീരിൽ മോദി സർക്കാർ നടപ്പാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ തീവ്രവാദികളുടെ കൂടും കുടുക്കയും തകർത്തതിനാൽ അത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ഹമാസ് നേതാക്കന്മാർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഹമാസ് തീവ്രവാദികളെ പോരാളികളാക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും നാട്ടൊട്ടുക്കും പ്രകടനങ്ങൾ നടത്തിയപ്പോഴേ രാജ്യസ്നേഹികളായവർ മുന്നറിയിപ്പ് തന്നതാണ്. അടുത്ത സീസണിൽ ഈ തീവ്രവാദികൾ ഒന്നിച്ച് ഇന്ത്യക്കെതിരെ തിരിയുമെന്ന്. അതിപ്പോൾ അച്ചട്ടായിരിക്കുകയാണ്. ഹമാസ് ഭീകരർ എന്ന വാക്കുപയോഗിച്ച ശശി തരൂരിനെ തിരുത്താൻ ഇറങ്ങിയ മുനീറിനും ലീഗുകാർക്കും സേവ് ഗാസ പ്രകടനങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയ ഇടതന്മാർക്കും വലതർക്കും ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്നറിയാൻ ഇന്ത്യൻ ജനത കാത്തിരിക്കുകയാണ്. ഏതായാലും ഹമാസ് ഉന്മൂലനം ജീവിതവ്രതമായി കൊണ്ടു നടക്കുന്ന ട്രംപും നെതന്യാഹുവും പിന്നെ അവരുടെ നല്ല ഫ്രണ്ടായ മോദിയും സഖ്യം ചേരാൻ അധികം സമയം വേണ്ടിവരില്ല. അവിടെ ദുർബലമായ അച്ചുതണ്ടെങ്കിൽ ഇവിടെ ശക്തമായ സഖ്യം. എന്തായാലും ഇന്ത്യ അതിശക്തമായ ജാഗ്രത പുലർത്തേണ്ട സമയം തന്നെയാണ് വന്നിരിക്കുന്നത്.